തക്കിളി മോനെ എന്താ നീ ഉറങ്ങി അവിടെ ഇരുന്ന്? ഇല്ലമ്മ എഴുതി പഠിക്കാ. എന്നിട്ട് ഒച്ചയൊന്നും കേൾക്കണില്ലല്ലോ. എഴുതി പഠിക്കുമ്പോ ഒച്ച എങ്ങനെ കേൾക്കണേ? ഒച്ചത്തിൽ പറഞ്ഞിട്ട് എഴുതിയാ മതി. നീ ഉറങ്ങും നീ കള്ളി. അമ്മേടാ എന്താ പെണ്ണേ? ഒന്നുമില്ലമ്മേ. നീ കൊള്ളാം. ഇങ്ങനെയുണ്ടോ? മനുഷ്യൻ പേടിച്ചു പോയി. പേടി ഞാൻ ഒരു തമാശ പേടിച്ച പാത്രം എടുത്ത് നീ ഇപ്പൊ തല പൊട്ടിയനെ. അടിക്കാൻ പേടി തന്നെ. ഭയങ്കര സന്തോഷത്തിലാണല്ലോ. കള്ളന്മാര് വന്ന് കയറിയാലും അറിയില്ല കേട്ടോ. പിന്നെ കള്ളന്മാര് പുറകെ കൂടി വന്ന് ബാന്ന് പേടിപ്പിക്കും. എന്ത് മല മറിച്ചോട്ടെ? ചുമ്മാ ഒരു മല മണിന്നിട്ട് മറിക്കാന്ന് വിചാരിച്ചു. എന്താണ്? ഒന്നുമില്ല. ഒരു തുള്ളിക്കളിയൊക്കെ എന്താ എഴുതുന്നേ? എഴുതി എഴുതി എന്താണ് എഴുതുന്നുള്ള ബോധം ഉണ്ടോ നിനക്ക്? കയ്യിൽ നിന്ന് ഇടിക്കേ. പൈസ പൈസ ഞെട്ടരുത്, ബോധം കിട്ട വീടരുത്. എത്ര രൂപ? 5000. ഒരു മല പറഞ്ഞ് വീഴും പോലെ ഉണ്ട്. എവിടുന്ന് കിട്ടി? അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ പറ്റില്ല. എവിടെന്നാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയണം. അതെ, ഞാന് ഇന്ന് സുരേന്ദ്രൻ മലയാളിയെ കണ്ട് ചുമ്മാ വെറുതെ കിട്ടുമില്ല എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ചുമ്മെങ്കിലും ചോദിച്ചു, മലയാളി ഒരു 5000 രൂപ കുറച്ച് ദിവസത്തേക്ക് മറക്കാനായിട്ട് കിട്ടുമെന്ന് ചോദിച്ചു. പറഞ്ഞു എന്നെ ഞെട്ടിച്ചോണ്ട് എടുത്ത് തന്നു. പിന്നെ ഞാൻ ഉടനെ കൊടുക്കാന്നാ പറഞ്ഞത്. അത് സൗകര്യം പോലെ കൊടുക്കാം. എന്തിനിങ്ങനെ ഈ തെണ്ടാൻ പോണോ ക്ലീറ്റോ? ജോലിക്ക് പോയാ പോരെ? ഒരു 5000 രൂപ കിട്ടിയത് വലിയ കാര്യം തന്നെ. പിന്നെ കടം മേടിച്ചിട്ടല്ലേ കുടുംബത്ത് കൊണ്ടുവന്നത്? കടം മേടിച്ചു കഴിഞ്ഞാൽ കടമായാലും അതും കിട്ടുമ്പോൾ അത് മേടിക്കും. ഇങ്ങനെ കടം പെരുകി 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 ഈ വീടങ്ങ് മുങ്ങും. പിന്നെ എടി പൈസ ഉള്ളവന്മാർ അയാളൊക്കെ കാശ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോയാതെ കൊണ്ട് നടക്കണതാണ്. ആർക്കും ഒരു മനുഷ്യന് പാവങ്ങൾക്ക് കൊടുക്കില്ല. ഇതിപ്പോൾ എന്നെപ്പോലുള്ളവൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ബാങ്കൊക്കെ ഉണ്ടല്ലോ, ചില ലോണുകൾ കിട്ടാക്കടങ്ങൾ ഇങ്ങനെ എഴുതിത്തള്ളും. അതുപോലെ സുരേന്ദ്രൻ മുതലാളി ഇത് വന്ന് എഴുതിത്തള്ളും. എഴുതിത്തള്ളും. നിങ്ങളെല്ലാം കിണറ്റിലോട്ടും തള്ളിയിടുവോ? പിന്നെ ഇനി വരട്ടെ എന്നെ തള്ളാൻ. എഴുതി പൈസ കടമൊക്കെ എന്താ കിട്ടും? അവന് കൊടുക്കാനുള്ള ഒരു 500 രൂപ ഉണ്ടല്ലോ, അത് കൊടുക്ക്. ആർക്ക് കൊടുക്കണ്ട 500 രൂപ? അയ്യോ മറന്നുപോയി. ആർക്ക്? ആർക്കാ? നീ ആരെ കാര്യം പറയണേ? കൊടുക്കാണ്ടെന്ന് പറഞ്ഞ എന്റെ ഹവീൽദാരല്ലേ എന്റെ അച്ഛന് കൊടുക്കാനുള്ളത്. കാനങ്ങനെ പൈസ കൊടുക്കാനല്ലേ ക്ലീറ്റ് 500? ഞാൻ എവിടെ കൊടുക്കാണ്ട് പൈസ? എന്തൊരു കള്ളനാണോ! മിനിഞ്ഞാന്ന് പിന്നെ എന്റെ പ്രേതം പോയാണ് മേടിച്ചത്. 500 ഗുണവ. ഞാൻ വിചാരിച്ചു എത്രയോ ലക്ഷങ്ങൾ എന്താ ഞാൻ കൊടുക്കാണ്ടത്. എടി 500 രൂപയല്ലേ ഉള്ളൂ. 500 രൂപക്ക് 500 രൂപ വേണ്ടേ? അവൻ നല്ല അന്തസ്സായിട്ട് പോസ്റ്റ് കയറി പറഞ്ഞു. അവൻ ചോദിച്ചു പൈസ. ഓ ഇങ്ങനെ നാണം കെട്ടവൻ. 500 രൂപയ്ക്ക് വേണ്ടി ഇങ്ങനെ വേണ്ട. ഇനിയിപ്പോ 500 രൂപയ്ക്ക് 50,000 രൂപ കണക്ക് പറയും. ഇപ്പൊ തന്നെ അങ്ങ് കൊണ്ട് കൊടുക്കുന്ന അവന് അത്യാവശ്യം ഉണ്ടാവും. ഇത് കിട്ടാതെ ഉറങ്ങൂലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറങ്ങണ്ട, ഞാൻ രാവിലെ കൊടുക്കണുള്ളൂ. രാവിലെ കൊടുത്താൽ മതി. കഷ്ടമൊന്നുമല്ല. നീ സുരേന്ദ്രൻ മുതലാളി നിങ്ങളെ കാണുമ്പോ മുങ്ങും. കാരണം കാണുമ്പോ അങ്ങോട്ട് ഇന്ന് പൈസ കടം മേടിക്കലല്ലേ? സുരേന്ദ്രൻ മുതലാളിയാ? അയാൾക്ക് ക്ലീറ്റോ എന്ന് പറഞ്ഞ ജീവനാടി, ജീവൻ. ചായ വേണോ? ചായ വേണ്ട. തണുത്ത വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ എടുക്കും. അയ്യോ ഫ്രിഡ്ജ് കേടായിപ്പോയി. ഫോൺ എടുക്കരുതെന്ന് പറയണ കുട്ടികളെ ഫോൺ എഴുത്. നീ ഫോൺ ഇവിടെ വെക്കാം. ഇല്ല തക്കളി, നീ എത്ര നേരം കളിക്കായിരുന്നു? കളിക്കാൻ വേണ്ട 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 വേണ്ട. ഇത് തീർത്തിട്ട് നീ കളിച്ചോ. അല്ലെങ്കിൽ ഒരു ചായ, ഇഞ്ചി ഇട്ടൊരു ചായ എടുക്കോ. എനിക്കറിയില്ല ക്ലീറ്റോ ഇഞ്ചി ഇട്ടെടുക്കാൻ. ചേട്ടന്റെ വീട് ഇതല്ല. എവിടെ? അവിടെയാണോ താമസം? എന്താണ് മോളെ? ക്ലീറ്റസ് ഇല്ലേ ഇവിടെ? എന്തോ? ക്ലീറ്റസ് ഇല്ലേ? ക്ലീറ്റോ ഇല്ല. എവിടെ പോയി? ക്ലീറ്റോ എവിടെയാന്നറിയില്ല, കൊറേ ദൂരെയാ. ഞാൻ ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് ക്ലീറ്റസിനെ ഒന്ന് കാണണ്ട, അത്യാവശ്യമുണ്ട്. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല മുതലാളി. എപ്പോ വരും? അതറിഞ്ഞൂടെ, ഇന്നും പറ്റില്ലായിരിക്കും.
വരുമ്പോ ഞാനൊന്ന് വളരെ അത്യാവശ്യമായിട്ട് അന്വേഷിച്ചെന്ന് പറയണം. മറക്കരുത് കേട്ടോ. ഇല്ല. മറക്കോ? ഇല്ല, മറക്കൂല. മുതലാളി വന്നു എന്ന് ഞാൻ പറയും. ശരിയെന്നാ. ക്ലീറ്റോനെ കൊല്ലും. എന്താ പ്രശ്നം? അതെ, അയാളുടെ കയ്യിൽ നിന്ന് മറ്റേ ക്ലീറ്റോ 5000 രൂപ കടം മേടിച്ചായിരുന്നു. അത് തിരിച്ചു മേടിക്കാൻ വന്നതാ. ക്ലീറ്റോന് പൈസ കിട്ടിയിട്ടില്ല. കഷ്ടം. വല്ല കാര്യമുണ്ടോ? ഇങ്ങനത്തെ ആൾക്കാരെ നിന്നൊക്കെ മേടിച്ച് തിരിച്ചു കൊടുക്കണ്ടേ? അയാളുടെ മുഖം ഇരിക്കണുണ്ടോ? എന്ത് ചെയ്യും? ഇപ്പൊ ഇന്ന് കൊടുക്കണോ? ആയിരിക്കും. അതായിരിക്കൂല വന്നത്. പേടിക്കൊന്നും വേണ്ട. ഇയാളെ പറ്റിക്കാനുള്ള വഴിയൊക്കെ ക്ലീറ്റോ ചേട്ടൻ അറിയാം. ക്ലീറ്റോ ചേട്ടൻ മുങ്ങി കടന്നോളൂ. എന്തിനും ടെൻഷനാവണേ? കുഴപ്പമില്ലല്ലേ? കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇനി മേലെ അയാളോട് മേടിക്കരുതെന്ന് പറയാം. ക്ലീറ്റോനെ വിളിച്ച് പറഞ്ഞാലോ? മുങ്ങി നടന്നോളെ. വേഗം വിളിച്ചു പറഞ്ഞു. അതെ, ഈ ലോട്ടറി നമുക്കൊന്നും ഇന്നേ വരെ അടിച്ചിട്ടില്ല. നിനക്ക് ഇതുവരെ അടിച്ചിട്ടുണ്ടോടേ? ആ, ഇന്നത്തേത് നാളെ അടിക്കും, നാളെ എന്ന് പറഞ്ഞ് കുറേ നാളെയായി. ഇതേവരെ എനിക്ക് 10 പൈസ ഇതിൽ നിന്ന് അടിച്ചിട്ടുമില്ല. ആ, പിന്നെ 5 മണി. ആർക്ക് 5000 ഉണ്ടായിരുന്നു ഇന്നലെ? ഇയാൾ എന്തിനാ ഇങ്ങനെ നടന്ന് വിളിക്കണേ? ഓ, അയാൾ ഇന്നലെ അല്ലേ പൈസ തന്നു. അതിനിടയ്ക്ക് പിന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്താൽ ഞാൻ വൈകിട്ട് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞല്ലേ. ഇങ്ങനെ നമ്മുടെ സുരേന്ദ്രൻ മുതലാളിയേ, ഞാൻ ഇത്തിരി പൈസ എൻ്റെ ഇങ്ങനെ വെച്ചേക്കാൻ തന്നേ. അപ്പോൾ അത് ഇന്ന് മതി നാളെ മതി എന്നൊക്കെ പറഞ്ഞതാ. ഇപ്പോൾ അതിന് വിളിച്ചുകൊണ്ട് എന്തൊരു മനുഷ്യനാണ് ദേ. ഇത് അയാളല്ല, ഇത് വേറെ ആരാ. ഹലോ, അതെ ക്ലീറ്റസാണ്. ഞാനേ ആ പഞ്ചായത്ത് ഓഫീസിനടുത്തുള്ള ഫ്രൂട്ട്സ് കട ഉണ്ടല്ലോ, അവിടെ നിൽപ്പുണ്ട്. ഇല്ല, ഞാനിപ്പോൾ അവിടെ നിന്ന് അടുത്ത് നമ്മുടെ ഗോപാലേട്ടൻ്റെ കട വരെ ഒന്ന് പോവും. അതിനാണോ? അത് ഞാൻ ശരിയാക്കി തരാം. വന്നാൽ മതി. എപ്പോൾ വരും? ഇപ്പോൾ വരുമോ? ഉവ്വ്. ഫ്രൂട്ട്സ് കട അറിയാമല്ലോ, ഫ്രൂട്ട്സ് കടയുടെ അടുത്ത് ഞാൻ ഉണ്ട്. കാണാം, കാണാം കേട്ടോ. വന്നാൽ മതി. പിന്നെന്താ? ശരി. ഓക്കെ. എവിടെ എത്തുമോ? വന്നുകൊണ്ടിരിക്കുന്ന? എന്നാൽ ഞാനിവിടെ നിൽക്കാം. ഹലോ, ഞാൻ പിന്നെ വിളിക്കാം. മുതലാളി, ഞാൻ വിളിച്ച ക്ലീറ്റസ് എടുക്കില്ലേ? അതുകൊണ്ടാ മുതലാളി വേറെ നമ്പറിൽ നിന്ന് വിളിച്ചത്. ഞാനേ ഒരിത്തിരി തിരക്കിലായിരുന്നു, അതുകൊണ്ട് എടുക്കാത്ത. എന്താണ് മുതലാളി കാര്യം? ഒരു കാര്യം. അല്ല, എന്താണ് സാറേ പ്രശ്നം? ഞാൻ അത്യാവശ്യമായിട്ട് തിരക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പൈസയുടെ കാര്യമാണെങ്കിൽ ഞാൻ വൈകിട്ട് വീട്ടിൽ കൊണ്ട് തരാന്ന് പറഞ്ഞല്ലേ സാറിന്റെ കാര്യമല്ല. അപ്പൊ വേറെന്തരോ എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. അത് തന്നെ എനിക്ക് ഇന്നലെ പൈസ തന്നത്. ക്ലീറ്റസ്, അതല്ല, കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. അല്ലേ, അതെന്ത് പ്രശ്നം? എടോ, ഇന്നലെ തന്ന പണമില്ലേ? ആ പണം അത് മുഴുവൻ മറ്റവന്. അത് മറ്റവനെന്നൊക്കെ സാറും സാർ എനിക്കിന്ന് പറഞ്ഞു തന്നല്ലേ, പിന്നെ മറ്റവനെന്നൊക്കെ പറഞ്ഞ ക്ലീറ്റസ് പറഞ്ഞ് തന്നതാണ്. മറ്റവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീറ്റസ് അത് മറ്റേ കള്ളനാണ്. ഏത് കള്ളൻ? എനിക്ക് തെങ്കാശിന്ന് ആ സെൽവം ഉണ്ടല്ലോ, സെൽവം തന്ന പണമാണ്. എടോ, മറ്റവൻ കള്ളൻ, വ്യാജൻ. അപ്പം അതിന് സാർ എനിക്ക് എടുത്തു തന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ. സെൽവം തന്നു, എനിക്ക് തരാനുള്ള പണമാണ്. അതിൽ നിന്നാണ് ഞാൻ ക്ലീറ്റസ് തന്നത്. അതെ. അപ്പൊ ഇതിപ്പോ ആരാ പറഞ്ഞു ഇത് കള്ളനാണെന്ന്? ഞാൻ അടുത്തൊരു കടയില് സാറ് വെറുതെ ഇനി ഞാൻ തിരിച്ചു തരൂല എന്ന് പറഞ്ഞ എന്റെ വാങ്ങാനാണെങ്കിൽ കള്ളത്തിനാണെങ്കിൽ അതല്ല, അതിൽ നിന്ന് ഒരു 500 രൂപ എടുത്ത് ഞാൻ ഡ്രൈവറുടെ കൊടുത്തു, പച്ചക്കറി കടയിൽ കൊടുത്തു. പച്ചക്കറി കടക്കാരൻ അത് മറച്ചും തിരിച്ചും മറച്ചും നോക്കിയിട്ട് ഒരു സംശയ ദൃഷ്ടിയോടെ ഡ്രൈവറുടെ നേരെ ഇതാര് തന്നെ ചോദിച്ചു. അപ്പോൾ എൻ്റെ പരിപാടി ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ
ഇത് വ്യാജനാണ്. അപ്പൊ എന്റെ തന്ന പൈസ വ്യാജനാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞപ്പോൾ ഇതല്ല വ്യാജനം. ലേറ്റസ്റ്റ് ഒരു കാര്യം ചെയ്യും, ആ തന്ന പൈസ ഇങ്ങട്ടാ. ലേറ്റസ്റ്റ് എങ്ങാനും ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് വല്ലതും വീട്ടിലായി കഴിഞ്ഞാൽ എൻ്റെ പേര് പറയല്ലേ? അതുതന്നെ എനിക്ക് അങ്ങനെ പറയാനല്ലേ പറ്റും. പിന്നെ സാറല്ലേ കണ്ടോ, അതുകൊണ്ട് അതിങ്ങ് തന്നേരെ. എൻ്റെ പേരെ പണം ഞാൻ തരാം. വേറെ തരുമല്ലോ. അപ്പൊ പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. ഞാനേ ഇത് പോക്കറ്റ് ഇടാൻ നടന്നു വെച്ചാലേ എന്നെ ആ തമിഴൻ ശെൽവം പറ്റിച്ച പണിയാണ്. അല്ല മുതലാളി, ഞാനേ ഇതിൽ നിന്നൊരു 500 രൂപ എൻ്റെ അളിയന് കൊടുത്തു കേട്ടോ. 500 രൂപ അളിയന് കൊടുത്തു. അതിന് കുഴപ്പമില്ല. കുഴപ്പമില്ലേ? അതിന് കുഴപ്പമില്ല. എന്താ? അതെന്താന്ന് വെച്ചാലേ, അളിയനെ പോലീസ് പിടിച്ചാൽ അളിയൻ ക്ലീറ്റോയുടെ പേരല്ലേ പറയുള്ളൂ, എൻ്റെ പേര് പറയില്ലല്ലോ. രൂപ കൊടുത്തത് ക്ലീറ്റോ അല്ലേ? ഓ അത് ശരി. എൻ്റെ പേര് പറയില്ലല്ലോ. അപ്പൊ കുഴപ്പമുള്ളത് ക്ലീറ്റോയ്ക്കല്ലേ വരുന്നുള്ളൂ. ബാക്കി ഇങ്ങനെ മുതലാളി എന്നാ ആയിക്കോട്ടെ. ഞാനേ എടുക്കുന്നില്ലല്ലോ. ഇത് വിളിച്ചിട്ട് എടുക്കുന്നുമില്ലല്ലോ. പൈസ എടുത്ത് ആരുടെയും കൊടുത്ത് മുതലാളി പറഞ്ഞ പോലെ അവനെ പോലീസ് പിടിച്ച ഞാൻ കൊടുത്തിട്ടല്ലേ പറയും. അയ്യോ അതുകൊണ്ട് മോളെ കനകൻ എവിടെ? കനകൻ ഇന്ന് വന്നിട്ടില്ല. വന്നില്ലേ? ഇല്ല. മറ്റവനോ ഫാസിലോ? ഫാസിൽ എന്തോ കണക്ഷൻ നോക്കാൻ പോയിരിക്കോ. അതെയോ? എപ്പോ വരുമെന്നല്ലോ അറിയാമോ? ഒന്നും പറഞ്ഞിട്ടില്ല. കനകൻ ഒന്നും വന്നേയില്ല? ഇല്ല, വന്നില്ല. അങ്ങനെ പോരാ. ചിലപ്പോ കനകൻ ചേട്ടനും കൂടെ പോയി കാണും കണക്ഷൻ നോക്കാൻ. ഓ അതെ. ഹലോ ചേട്ടാ, കേബിൻ കട്ട് ചെയ്യണം. ഇതിൽ അത്യാവശ്യം പറയാൻ വിളിച്ച. അളിയാ അളിയാ, ഞാൻ വളരെ നീ എവിടെ നിൽക്കുകയാണ്? പോലീസോ? അതെ. പിന്നെ എന്താണ് എസ് ഐ വന്നിട്ടോ? അല്ല എസ് ഐ ചോദിച്ചാലേ എൻ്റെ അളിയെന്നൊന്നും പറയണ്ട, കാര്യമുണ്ട്. എന്താണ്? ഹലോ ഹലോ ഹലോ. എനിക്ക് തോന്നുന്നത് മുതലാളിയുടെ വായിച്ചത് വീണിട്ടുണ്ട് ക്ലീറ്റോ. ഇങ്ങനെ പേടിക്കണ്ട, ക്ലീറ്റോ ചേട്ടൻ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു വരും. ആരാ മോൻ? ഇന്നെന്തെങ്കിലും തുടങ്ങിയതാ? ഓ അയാളാണെങ്കിൽ ഒരു ക്രൂരനല്ലേ, മുഖരിക്കണുണ്ടോ? പിന്നെ ചിരിക്കൊന്നുമില്ലേ ദേവ എന്നെ ആള്. എന്റെ ക്ലീറ്റോ, ഈ ഫോണിന് എന്താ പറ്റി? നിങ്ങൾ എത്ര നേരം വിളിക്കണു? ഞാൻ വേഗം ചെല്ലാ, സുരേന്ദ്ര മുതലാളിനെ പോയി കാണ്. മുതലാളിയെ ഞാൻ കണ്ടു. കണ്ടാ? പൈസ പറഞ്ഞു ഇവിടെ പൈസ വയ്ക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായി. അല്ല എന്നെ കണ്ടു. പൈസ ഞാൻ കൊടുത്തു. കൊടുത്തോ? ആ ക്ലീറ്റോന്റെ നടന്ന പൈസ ക്ലീറ്റോന് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് എന്റെ ആവശ്യം ഇപ്പൊ പാർട്ടിയുടെ മീറ്റിംഗ് അത് മാറ്റി വെച്ചു. അപ്പൊ അതുകൊണ്ട് പൈസ ഞാൻ തിരിച്ചു കൊടുത്തു. സമാധാനമായാലും ഇവിടെ എന്തൊരു ടെൻഷൻ അടിയായിരുന്നു. ഇനി മേലാൽ ഇങ്ങനെയുള്ള ഉണക്ക മുതലാളിമാരുടെ അടുത്ത് നിന്ന് പൈസ മേടിക്കരുത്. 5000 രൂപ തരും, അയാൾ അപ്പൊ തന്നെ കൊടിയും പിടിച്ച് ഇങ്ങോട്ട് പോരാ വീട്ടിലോട്ട്. നമുക്ക് അതെ, ആ പൈസ ഞാൻ അതുകൊണ്ട് കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പോ അത് പ്രശ്നമില്ല, പ്രശ്നം കുഴപ്പമില്ല, അത് തീർന്നു. പിന്നെന്താ ടെൻഷൻ? ഒന്നുമില്ല, ഞാനേ പിന്നെ എന്താണ്? ഒന്നുമില്ല. എന്താ പറഞ്ഞോ? അളിയനും ഞാനുമായിട്ട് 1-2 പറഞ്ഞ് വഴക്ക് കൂടും. ഇന്നും വഴക്ക് കൂടി കാണും. റോട്ടി ചോദിച്ചേണ്ട. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ ക്ലീറ്റോ അവനോട് വെറുതെ തല്ലു പിടിക്കാൻ പോവല്ലേ? ഇല്ല തങ്കം, തല്ലൊന്നും പിടിച്ചില്ല. പിന്നെന്താ? ഞങ്ങൾ തമ്മിൽ കണ്ടുമില്ല. പക്ഷെ അളിയനെ സത്യം പറഞ്ഞാൽ ഞാൻ എന്തേലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് മനഃപൂർവ്വമൊന്നുമല്ല. അപ്പൊ എന്നെ അവൻ തിരിച്ചു പറയണത് ഞാൻ അങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല. എനിക്ക് മനസ്സിലായി, പൈസ വേണം. ഞാൻ പറയാം ഏട്ടനോട്. ഇല്ല, പൈസ ഒന്നും വേണ്ട, പൈസയുടെ പ്രശ്നമല്ല. പിന്നെ എന്താ പ്രശ്നം? എന്നാലും അവനെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അതെ, കേക്കണ്ട. പിന്നെ
ജമന്തി കേൾക്കാതിരിക്കണ എന്തിനാ? ജമന്തി അറിയാത്ത എന്ത് പ്രശ്നം നിങ്ങൾക്ക് അയ്യോ ഞാൻ കേൾക്കണ്ടാത്ത കാര്യം എന്തേ ഭാര്യയും ഭർത്താവും കൂടി പറഞ്ഞു. ഒന്നുമില്ല, നീ എവിടെ വന്നു? അങ്ങനെ കേൾക്കാൻ പറ്റാത്ത കാര്യം എന്താന്ന് എനിക്കൊന്നും അറിയണല്ലോ. ഞാൻ കേൾക്കണ പറഞ്ഞോ. അല്ലാതെ കനകൻ്റെ ഒരു പ്രശ്നമാണ്. എന്താണ്? ജമന്തി, നിങ്ങൾ ബഹളം വെക്കരുത്. പറയണേറ്റ ആദ്യം പിടിപ്പിക്കില്ലേ വെറുതെ. കനകനെ പോലീസ് പിടിച്ച സ്റ്റേഷനിലാണ്. നിങ്ങൾ ഉടക്കിയല്ലേ? നിങ്ങൾ തല്ലുപിടിച്ചല്ലേ? നിങ്ങൾ എന്താ ചെയ്തേ? അയ്യോ, ഞാൻ കാരണമൊന്നും അല്ല, ഞാൻ കാരണമല്ല. പോലീസ് സ്റ്റേഷനിലായത് എനിക്കും അറിയില്ല. ഞാൻ അവനെ വേറൊരു ആവശ്യത്തിന് വിളിച്ചപ്പോൾ അളിയനെ പോലീസ് പിടിച്ചു. എന്നെ ഇവിടെ നിർത്തിയേക്കാണ്. SI വന്നിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സത്യം പറ, എന്താ കാര്യം എന്നോട് പറ. ജമന്തി, ഞാനൊന്നും ചെയ്തിട്ടില്ല സത്യമായിട്ടും. ഞാൻ പിന്നെ എന്താ ക്ലീറ്റോ ചേട്ടൻ അന്വേഷിക്കാൻ പോകാതെ? അന്വേഷിക്കാനേ, അത് എന്ന് വെച്ചാൽ ഞാൻ SI അങ്ങോട്ട്, അത് വലിയ കുഴപ്പമാണ്. ആ SI ആൾ ശരിയല്ല. ലോകത്തുള്ള മുഴുവൻ ആൾക്കാരുടെ കാര്യത്തിനും പോവില്ല, എന്റെ ഏട്ടനെ ഇറക്കാൻ മാത്രം പറ്റില്ല. ഇത് മനഃപൂർവ്വം അല്ല ജമന്തി, എന്താ വിരോധം ഉണ്ട്? അത് തന്നെ. അല്ല അതല്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ എനിക്ക് അവനോട് ഒരു വിരോധമില്ല. ഞാൻ മുമ്പ് സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ വെച്ച് ഒരു സമരം നടന്നപ്പോൾ ഈ SI കല്ലെറിഞ്ഞ അയാളെ നെറ്റി മുറിഞ്ഞു. പോവണ്ട, പാർട്ടിക്കാരെ ആരെങ്കിലും വിട്ടാൽ മതിയല്ലോ, അല്ലെങ്കിൽ മന്ത്രി ആരെങ്കിലും വിളിച്ച് പറയാം. എന്റെ പാർട്ടിയിൽ ആളാണെന്ന് പറഞ്ഞാൽ അത് വലിയ കുഴപ്പമാവും. എന്താ ഇതിന് മാത്രം കുഴപ്പം? അല്ല അതെന്താ ജമന്തി, അതെ പ്രശ്നമുണ്ട്. ഒന്ന് സമാധാനപ്പെടാതെ ഞാൻ ബഹളം വെക്കല്ലേ പറഞ്ഞ. അമ്മാവനെ ഒന്ന് വിളിക്കും. ഫോൺ കയ്യിലിരിക്കല്ലേ? ഇതിൽ നിന്ന് വിളിക്കാൻ പറ്റില്ലേ? അത് പിന്നെ ഭാവിയിൽ കുഴപ്പമാവും. അല്ല അതിനകത്ത് പൈസ ഇല്ല. ഒന്ന് വിളിക്ക് ജമന്തി, ഫോൺ എടുത്ത് വിളിക്ക്. സത്യം പറ ക്ലീറ്റോ, ക്ലീറ്റോ ഞാൻ ഒന്നും ചെയ്തില്ല. എന്റെ പൊന്നു വളരെ എന്നെ വിശ്വസിക്കും. ഞാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താ പറ്റിയത്? അത് എങ്ങനെയോ എന്തോ പറ്റി. അളിയ വന്ന് വാ. അളിയ അളിയ എന്താ പറ്റി? ഇങ്ങോട്ട് ഇറങ്ങ. എന്താണ് അളിയ? എന്താണ് പോലീസ് വിളിച്ചെന്ന് പറഞ്ഞിട്ട്? പോലീസാ? പോലീസ് പിടിച്ച കഥയൊന്നും പറയണ്ട. എങ്ങനെ ഇറങ്ങി അളിയ? അതിന് മാത്രമുള്ള വിഷയമൊന്നുമില്ലാന്ന്. എന്തിനാ പോലീസ് പിടിച്ചേ? ഇതൊരു പെറ്റി അടിച്ചാണെന്ന്. പെറ്റി കേസാ? അതെങ്ങനെ ശരിയാവും? ഇത് പെറ്റി കേസിൽ നിൽക്കില്ലല്ലോ. എന്ത്? അത് പെറ്റി കേസിൽ നോക്കില്ല. പിന്നെ ഹെൽമെറ്റ് ഇല്ലാണ്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊലക്കുറ്റാവൂ. ക്ലീറ്റോ ചേട്ടൻ എന്താ അങ്ങനെ ചോദിച്ചേ? എന്തോ മനഃപൂർവ്വം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഏട്ടാ എത്ര തവണ ഞാൻ പറഞ്ഞെന്നറിയോ, ഒന്ന് പോയി ഏട്ടനെ നോക്ക്, പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ. പോയില്ല, എന്തോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇല്ലില്ല, ഞാനത് പറയാൻ കാര്യം അളിയനെ വിളിച്ചപ്പോൾ അളിയൻ പറഞ്ഞില്ലേ ഇങ്ങനെ SI വരാറുണ്ട്, ഇത് കേസ് വന്നിട്ട് എന്ത് പറയാൻ പറ്റുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ പോലീസുകാരെ കൊണ്ട് ഞങ്ങളെ പിടിപ്പിച്ചാണോ? ഞാൻ എന്തിനാ അങ്ങനെ എന്തേക്കായിരുന്നു പറയണ? എന്റെ പൊന്ന് തങ്കു, ഇത് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. എടേ, നീ രാവിലെ എനിക്ക് തന്നില്ലേ പ്രാഗി പറഞ്ഞു തന്നൊരു 500 നോട്ടില്ലേ? അത് ആ വഴിക്ക് അങ്ങ് പോയി. അപ്പൊ ആ പൈസ പോലീസുകാർക്ക് കൊടുത്തു? അല്ല, ആ പൈസ പോലീസുകാർ വാങ്ങിച്ചിട്ടൊന്നും പറഞ്ഞില്ലേ? വേറെന്താ അവര് പറയുന്നു? അല്ല ഒന്നും പറഞ്ഞില്ല. എന്നാ അയാൾ 500 നോട്ടങ്ങാട് മേടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അയാൾ പറയണെങ്കിൽ മേലാലി ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കരുത്. നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ, നിങ്ങൾക്ക് നിയമം ലംഘിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ക്ലാസ്സും. നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് SI പറയാണ് പോരാ നേരത്ത്. ഒരു കാര്യം ചെയ്യ്, രണ്ടുപേരെ തൊപ്പിയെടുത്ത് തലയിൽ വെക്കി. രണ്ടുപേരും തൊപ്പിയെടുത്ത് തലയിൽ വെച്ച് നീ വീട്ടിൽ ചെന്നിട്ടാണ് തൊപ്പി വരാൻ പാടുള്ളൂ. അല്ലാതെ വേറൊന്നും പറഞ്ഞില്ലല്ലോ അവര്. അല്ല, വേറെന്തെങ്കിലും പറയാൻ ക്ലീറ്റോ ചേട്ടൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ? എനിക്ക് അറിയാൻ പാടാണ്ട് ചോദിക്കുക. കുറെ നേരമായി തുടങ്ങി. അല്ല, നിനക്ക് ഇനി വേറെ എന്തെങ്കിലും കേൾപ്പിക്കണമെങ്കിൽ നീ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ച് SIയുടെ മുമ്പിലോട്ട് വരും. ഏതായാലും ആ 500 രൂപ പോയല്ലോ, സമാധാനമായി. ഓ, എന്റെ കയ്യിൽ എങ്ങനെയെങ്കിലും ഒരു 10 രൂപ വന്നു കഴിഞ്ഞാൽ അത് ഏത് വിധേനെങ്കിലും അങ്ങോട്ട് പോണം. അപ്പൊ നിനക്ക് സമാധാനമാവും. അത് ഞാൻ അത് ഉദ്ദേശിച്ചല്ലേ പറഞ്ഞേ. പിന്നെ നീ എന്തുദ്ദേശാ പറഞ്ഞത്? അല്ല, ആ 500 രൂപ അതങ്ങനെ പോയേണ്ട പൈസ അതങ്ങ് പോയി. അതൊന്നുമില്ല, ഒന്നുമില്ല. ചായ കുടിക്കാം. ചായ കുടിക്കാം. ക്ലീറ്റോ ചേട്ടൻ ഇല്ല ചായ. Versus Alien.